ഹലോ ഹലോ, കാക്കോയ്. എന്താടാ? ആ ശബ്ദത്തിന് എന്ത് പറ്റി? എൻ്റെ ശബ്ദത്തിൻ്റെ അല്ല, നീ കുറെ പിന്നെ കാലമായില്ലേ എന്ത്? എന്നോട് സ്നേഹത്തിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ട്. ആണോ? ഉം, നിങ്ങക്കേ അങ്ങനെ തോന്നണതാവും കേട്ടാ. തോന്നുന്നൊന്നുമില്ല. ഇപ്പൊ പഴയതുപോലെയൊന്നും അല്ല. എൻ്റെ പെണ്ണെന്ന് ഇപ്പോൾ വേറെ എവിടേക്കോ ആയിപ്പോയി. ഞാൻ എവിടെയല്ല മനുഷ്യ, പിന്നെ എവിടെ ഉള്ളത് ഇപ്പോൾ? ഞാൻ നിങ്ങളെ അടുത്തുണ്ടല്ലോ. എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊന്നും കാണുന്നേ ഇല്ല ഞാൻ നോക്കിയിട്ട്. അത് നിങ്ങൾക്ക് സ്നേഹമില്ലാത്തോണ്ട് എന്നോട്. അങ്ങനെ പറയല്ലോ കേട്ടോ. ഞാൻ അങ്ങനെ പറയും. ഞാൻ നിന്നെ മാത്രമല്ലേ സ്നേഹിക്കണേ. എന്നിട്ട് നിങ്ങളെ മനസ്സിൽ ഞാനില്ലാത്ത? അതെനിക്കറിയൂല. അത് നിങ്ങൾക്ക് അറിയൂ. അങ്ങനെ പറയല്ലേ. ഞാൻ അങ്ങനെ പറയൂ. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. നീ നിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ രാത്രി എന്താ പറയാറുള്ളത്? എന്താ പറയാറുള്ളേ? കാക്കോയ്, എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെയല്ലേടി പറയണം. എന്നിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴോ ഇപ്പൊ നീ പറയണണ്ട എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാനൊന്നും പറഞ്ഞില്ല. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? അത് ഇങ്ങോട്ട് തല്ലുപിടിച്ചിട്ടില്ല നിങ്ങള്. തല്ലുപിടിക്കണത് നീയല്ലേ കാരണം ഉണ്ടാക്കല്. നീയല്ലേ കാരണം ഉണ്ടാക്കണേ. സ്നേഹം ഉണ്ടെങ്കിലേ തല്ലൊക്കെ ഉണ്ടാവും. അത് സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ വാശി കൊണ്ട് നീ എല്ലാം ഏറ്റെടുക്കുന്നല്ലേ. എൻ്റെ പെണ്ണിന് പണ്ടേ പറയാറുള്ളതാ, വാശി കുറച്ച് കൂടുതലാണ്. ഞാൻ വിചാരിക്കണതേ നിന്നെ വീട്ടിലാക്കിയാലോ. എന്തോ എന്താടോ, സ്വന്തം വീട്ടിലല്ലേ, അല്ലാതെ നാട്ടുകാരുടെ വീട്ടിലൊന്നും അല്ലല്ലോ ആക്കണേ. എന്താടോ? ഒന്നുമില്ല. കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടൊന്നും അല്ലടോ. പിന്നെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പേ നിന്നെ മാറ്റി നിർത്തേണ്ട വരുന്നോണ്ടല്ലേ. എന്നാ ശരി, എന്നാ മാറ്റി നിർത്തിക്കോ. ഞാനിപ്പൊ തന്നെ എന്റെ വീട്ടിൽ പോയിക്കൊണ്ട്. ഞാൻ അങ്ങനെയല്ലല്ലോ. വേണ്ട വെച്ചോ. എൻ്റെ പൊന്നാര മോളെ എന്നോട് പെണങ്ങല്ലേ. വേണ്ട വെക്ക്. ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട. അതും കൂടി കേട്ടിട്ട് കട്ട് ചെയ്യടോ. പറ. നിന്നെ അല്ലാണ്ട് ഞാൻ ജീവിതത്തിൽ ആരെങ്കിലും സ്നേഹിച്ചതായിട്ട് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. ഞാൻ പറയലടി വാച്ചി. ഞാൻ വെച്ചിട്ട് പോയിക്കോ ഫോൺ. എനിക്കിഷ്ടല്ല നിങ്ങളെ. അപ്പൊ നിനക്കൊന്നും വേണ്ട? വേണ്ട. എൻ്റെ സ്നേഹവും വേണ്ടേ? വേണ്ട. അതെന്താ? വേണ്ട. അപ്പൊ എനിക്ക് നീയില്ല? ഉറപ്പാണ്? നിങ്ങള് വീട്ടിൽ കൊണ്ടാക്കലെന്നെ. നീയല്ലേ പറഞ്ഞ വീട്ടിൽ പോവാന്ന്. നിങ്ങളെന്താ പറഞ്ഞ അതിന്റെ മുന്നേ? ഞാൻ പറഞ്ഞത് വീട്ടിൽ പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനല്ലേ പറഞ്ഞേ. അതൊന്നുമല്ല നിങ്ങള് പറഞ്ഞു. ഓർമ്മയൊക്കെ ഉണ്ടപ്പോ. നമുക്കേ ഈ ഒരു പ്രശ്നം അങ്ങോട്ട് മാറ്റി നിർത്താം. അതായിരിക്കും നമുക്ക് രണ്ടാൾക്കും നല്ലത്. പ്രശ്നം? അല്ല, നമ്മളീ പറഞ്ഞ പ്രശ്നം മാറ്റി നിർത്താം. അതല്ലേ നല്ലേ? അല്ലെങ്കിലേ വായോ കാണിച്ചരേനി. എൻ്റെ പൊന്നാര മോളെ, തല്ലും പിടിക്കൊന്നും ഒരു സമയമില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണ്ടേ. പിന്നെ നിനക്ക് എവിടേക്കോ പോകണമെന്ന് പറഞ്ഞതും പിന്നെ നിന്നെ കൊണ്ട് എന്തൊക്കെയോ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതൊക്കെ ആഗ്രഹം തീർക്കണ്ടേ. പിന്നല്ലാണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണോ തല്ലുപിടിക്ക് സമയം? അതൊക്കെ ഞാൻ നടത്തിക്കോളാം. വേണ്ടടോ, രാത്രിയല്ലേ അതിന്.
പകലും മൊത്തം കറക്കോ രാത്രി മൊത്തം തല്ലുംപിടി. അത് വേണ്ട കേട്ടോ. പിന്നെ അല്ലാണ്ട് അങ്ങോട്ട് ചിരിച്ച് കയറ്റി പിടിക്കണ്ട. എനിക്കും എന്തെങ്കിലും ഒരു അവസരം തരണ്ടേ എന്തിന്? അടികൂടാന്. ആയിക്കോട്ടെ. എൻ്റെ പൊന്നാര മോളെ, ഓയ് ഞാൻ എന്തുദ്ദേശിച്ചില്ല അങ്ങനെ വിളിച്ചെന്ന് മനസ്സിലായോടി? ഇല്ല. അതാ പറഞ്ഞേ, നിനക്ക് എന്നെ ഒന്നും ഇഷ്ടമായില്ല. ഇല്ല, ഒന്നും ഇഷ്ടമായില്ല. അതെന്താടോ എന്നെ ഇഷ്ടാവാത്ത? നിങ്ങളെ കണ്ടാൽ ആർക്കും ഇഷ്ടമാവാത്ത മനുഷ്യ. അത്രക്ക് ഇഷ്ടമായ എനിക്ക്? പിന്നെ വേണ്ട. എൻ്റെ പൊന്നോ. ഓയ്